പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 1 പേജ് നമ്പർ 9 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റീഡ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ ആൻഡ് റൈറ്റ് ദർ നമ്പർ നെയിം ഇൻ ബോത്ത് ദ ഇന്ത്യൻ ആൻഡ് അമേരിക്കൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ നമ്പറിനെ നമ്മൾ ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ വെച്ചിട്ട് റീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇന്ത്യൻ ആൻഡ് അമേരിക്കൻ സിസ്റ്റത്തിൽ ഇതിൻ്റെ നെയിം എഴുതാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ വെച്ചിട്ട് ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞൊരു കോമ, അടുത്ത 2 ഡിജിറ്റ് കഴിഞ്ഞ് കോമ. ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ കോമ ഇടുക കേട്ടോ. അപ്പോൾ ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? ഇത് 1000-ൻ്റെ പ്ലേസാണ്, ഇത് ലാക്കിൻ്റെ പ്ലേസാണ്. അപ്പോൾ 40,50,678 നമുക്കിനെ റീഡ് ചെയ്യാം. ഇനി അമേരിക്കൻ സിസ്റ്റത്തിലാണെങ്കിലോ, അമേരിക്കൻ സിസ്റ്റത്തിൽ 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് അല്ലേ. അപ്പോൾ 40,50,678 ഇവിടെ 3 ഡിജിറ്റ്, ഇവിടെ 3 ഡിജിറ്റ്. ഇങ്ങനെയാണ് അമേരിക്കൻ സിസ്റ്റത്തിൽ കോമ ഇടുക. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുക? ഇത് 1000, അടുത്തത് മില്യൺ അല്ലേ. അപ്പം 4,50,678 എന്നാണ് ഇതിനെ റീഡ് ചെയ്യുക. ഇത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ അത് എഴുതണം കേട്ടോ. ഇത് ഇന്ത്യൻ സിസ്റ്റം, ഇത് അമേരിക്കൻ സിസ്റ്റം. അമേരിക്കൻ സിസ്റ്റത്തിൽ 4,50,678 ഇങ്ങനെയാണ് റീഡ് ചെയ്യുക കേട്ടോ. അടുത്തത് ഇതിനെ നമുക്ക് ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ 3 ഡിജിറ്റ് കഴിഞ്ഞൊരു കോമ, അടുത്ത 2 ഡിജിറ്റ്, അടുത്ത 2 ഡിജിറ്റ്. ഈ 21 1000-ൻ്റെ പ്ലേസാണ്, ഇത് ലാക്ക്, ഇത് ക്രോർ. അപ്പോൾ എങ്ങനെ റീഡ് ചെയ്യാം? 4,81,21,620 എന്ന് നമുക്ക് റീഡ് ചെയ്യാം. ഇനി അമേരിക്കൻ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ കോമ എങ്ങനെയാണ് കൊടുക്കുക? 3 ഡിജിറ്റ് ഇട്ടാണല്ലേ. ഇവിടെ ഒരു കോമ, ഇവിടെ ഒരു കോമ. ഇത് 1000-ൻ്റെത്, ഇതും മില്യൺ. അപ്പോൾ എങ്ങനെ റീഡ് ചെയ്യും? 48,121,620 എന്ന് നമ്മളിതിനെ റീഡ് ചെയ്യും. ഇന്ത്യൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ്? 4,81,21,620 എന്ന് റീഡ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് വൺ ഈസ് ഇന്ത്യൻ സിസ്റ്റം. ഇത് ഇന്ത്യൻ സിസ്റ്റം. അടുത്തത് ഇത് അമേരിക്കൻ സിസ്റ്റം. ഇങ്ങനെയാണ് റീഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കോമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത തേർഡ് ക്വസ്റ്റ്യനിലും ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ വെച്ചിട്ട് ആദ്യത്തെ 3, പിന്നെ 2, പിന്നെ 2. അപ്പോൾ ഇത് 1000, ഇത് ലാക്ക്, ഇത് ക്രോർ. അപ്പോൾ എങ്ങനെ റീഡ് ചെയ്യാം? 2 ക്രോർ. ലാക്കിൻ്റെ പ്ലേസിൽ നമുക്ക് 0 ആണ്, അതുകൊണ്ട് അത് വേണ്ട. അപ്പോൾ 2,22,002 എന്ന് നമുക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ റീഡ് ചെയ്യാം. ഇനി നമുക്ക് അമേരിക്കൻ സിസ്റ്റം ആണെങ്കിൽ ഇതിനെ എങ്ങനെ റീഡ് ചെയ്യുക? 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ്. ഇത് 1000, ഇത് മില്യൺ. അപ്പോൾ എങ്ങനെ റീഡ് ചെയ്യാം? 20,22,002 എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് എഴുതണം കേട്ടോ. ഇങ്ങനെ വരും. ഇത് ഇന്ത്യൻ സിസ്റ്റം, ഇത് അമേരിക്കൻ സിസ്റ്റം. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് ആൻസർ എഴുതണം കേട്ടോ. അടുത്തത് ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ വെച്ചിട്ട് 3 ഡിജിറ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്. അപ്പോൾ ഈ 2 ഡിജിറ്റ് 1000, ഇത് ലാക്ക്, ഇത് ക്രോർ. എങ്ങനെ റീഡ് ചെയ്യാം? 24,13,579 ഇങ്ങനെ നമുക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ റീഡ് ചെയ്യാം. ഇനി നമുക്ക് അമേരിക്കൻ സിസ്റ്റം വെച്ചിട്ട് ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് കോമ വരിക. ഇത് 1000, ഇത് മില്യൺ. അപ്പോൾ എങ്ങനെ റീഡ് ചെയ്യാം? 246,813,579 എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? ഇത് മില്യൺ ആണ്, ഇത് 1000 ആണ്. അപ്പോൾ 246,813,579
9 എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. ഇപ്പോൾ രണ്ട് സിസ്റ്റത്തിലും ഉള്ളത് നമ്മളിവിടെ എഴുതണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ 24,68,13,579. ഇത് ഇന്ത്യൻ സിസ്റ്റം. അടുത്തത് 246,813,579. ഇത് അമേരിക്കൻ സിസ്റ്റം. ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ വെച്ചിട്ട് 2 ഡിജിറ്റ് 3 ഡിജിറ്റ് 2 ഡിജിറ്റ് 2 ഡിജിറ്റ്. അപ്പോൾ ഇത് 1000, ഇത് ലാക്ക്, ഇത് ക്രോർ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? 34 crore 50 lakh. 1000-ൻ്റെ അവിടെ 2 സീറോയാണ്, അതുകൊണ്ട് അത് നമ്മൾ റീഡ് ചെയ്യത്തില്ല. അപ്പോൾ 34 crore 50 lakh 543. ഇനി അമേരിക്കൻ സിസ്റ്റം വെച്ചിട്ടോ? അമേരിക്കൻ സിസ്റ്റം വെച്ചിട്ട് 3 ഡിജിറ്റ് 3 ഡിജിറ്റ് ഇങ്ങനെ വരും. അപ്പോൾ അത് 1000-ൻ്റെ അവിടെ സീറോയാണ്, അപ്പോൾ അത് നമുക്ക് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് മില്യൺ. എങ്ങനെ വരും? 345,543 എന്ന് വരും. ഇത് ഇന്ത്യൻ സിസ്റ്റം. അടുത്തത് 345,543. ഇത് അമേരിക്കൻ സിസ്റ്റം. രണ്ട് സിസ്റ്റവും നിങ്ങൾ നോട്ടിൽ എഴുതിക്കണം കേട്ടോ. ഇനി അടുത്ത ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് വൺ. ഇവിടെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ വെച്ചിട്ട് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് 2 ഡിജിറ്റ് 2 ഡിജിറ്റ്. അപ്പോൾ ഇത് ഈ രണ്ടെണ്ണം 1000, ഇത് ലാക്ക്, ഇത് ക്രോർ, അത് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട്. അതെന്താണ്? അറബാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അറബ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ ഈ 3 ഡിജിറ്റും കൂടെ ചേർത്ത് 102 crore എന്ന് വേണമെങ്കിലും വായിക്കാം. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം വെച്ചിട്ട് നമുക്കിതിനെ എങ്ങനെ റീഡ് ചെയ്യാം? 1 അറബ് 2 crore 3,04,050. എങ്ങനെയാ? 1 അറബ് 2 crore 3,04,050. ഇനി ഇതിനെ നമുക്ക് 20304050 ഇതിനെ നമുക്ക് അമേരിക്കൻ സിസ്റ്റത്തിലോ 3 ഡിജിറ്റ് 3 ഡിജിറ്റ് 3 ഡിജിറ്റ്. അപ്പോൾ അതാ ഈ 3 ഡിജിറ്റ് 1000-ൽ വരും, ഈ 3 ഡിജിറ്റ് മില്യണിൽ വരും, ഈ 1 എവിടെ വരും? 1 ബില്യണിൽ വരും. അപ്പോൾ എങ്ങനെ റീഡ് ചെയ്യാം? 1 ബില്യൺ 20 മില്യൺ 304,050. എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? 1 ബില്യൺ 20 മില്യൺ 304,050. മനസ്സിലായല്ലോ? അപ്പോൾ കോമ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്രോറിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാനൊരു ടേബിൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും കേട്ടോ.